ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SPC Chem Tutor. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെറ്റലർജിയാണ്. സോ കുറച്ച് ടോപ്പിക് ഡിസ്കഷനും ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും വീഡിയോ ഫോളോ ചെയ്യുക. ഓക്കെ. എർത്ത് ക്രസ്റ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ലാത്ത എലമെൻസിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് മെറ്റലർജി എന്ന് പറയുന്നത്. സോ ഈ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് ടേം ഓർ എന്ന് പറഞ്ഞാൽ ഓർ മിനറൽ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് മെറ്റൽ. ഗ്യാങ് ഈസ് ഇംപ്യൂരിറ്റി ഇൻ ഓർ. The entire scientific and technological process used for isolation of metal from its ore is known as metallurgy. Okay. So extraction and isolation of metal involves several steps, that is concentration, isolation and purification of the mineral. Occurrence of metal. കുറച്ച് മെറ്റൽസിൻ്റെ occurrence നമുക്ക് ഡിസ്കസ് ചെയ്യാം. Elements varies in abundance. Aluminum is the most abundant among the metals, and this is the third most abundant metal in the earth crust. It's approximately around 88.3% by weight. So, and it is major component of igneous materials including mica and clay. Many gemstones are impure forms of Al2O3. In ruby, contaminated with chromium, and in sapphire, it is contaminated with cobalt. Important ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് ഓർത്ത് വെക്കുക. ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം ബോക്സൈറ്റ് ആയിട്ടുള്ള ഓറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അയൺ ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റൽ ഇൻ ദി എർത്ത് ക്രസ്റ്റ്, ആൻഡ് ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഓക്സൈഡ് or which are abundant and do not produce polluting gas are taken. So example, SO2 is produced in case of iron pyrite in the case പക്ഷെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത പൊല്യൂട്ടിംഗ് ഗ്യാസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഓറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അലൂമിനിയത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബോക്സൈറ്റ് ഒരു എക്സാമ്പിളാണ്. ബോക്സൈറ്റ് എൽ ആൻഡ് കയോലിനൈറ്റ്. ബോക്സൈറ്റ് AlOX OH 3-2X എന്നുള്ള ഫോമിലാണ് ബോക്സൈറ്റ് നിൽക്കുന്നത്. ദെൻ കയോലിനൈറ്റ് ആണെങ്കിൽ Al2OH4 Si2O5 എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഓർ എക്സിസ്റ്റ് ചെയ്യും. ദെൻ അയണിൻ്റെ കേസിലാണെങ്കിൽ ഹേമറ്റൈറ്റ് Fe2O3, മാഗ്നറ്റൈറ്റ് Fe3O4, സിട്രൈറ്റ് FeCO3 ആൻഡ് അയൺ പൈറൈറ്റ് FeS2. ഓക്കെ. ദെൻ കോപ്പറിൻ്റെ കുറച്ച് ഓർ പരിചയപ്പെടാം. കോപ്പർ പൈറൈറ്റ്, കോപ്പർ FeS2, മെലാക്കൈറ്റ്, കോപ്പർ കാർബണേറ്റ് CuOH2, കുപ്രൈറ്റ് Cu2 ആൻഡ് കോപ്പർ ഗ്ലാൻഡ് Cu2S. ദെൻ സിങ്ക് ബ്ലാൻഡ്, സെഫാലറൈറ്റ്, സിങ്ക് സൾഫൈഡ്, കലാമീൻ, സിങ്ക് കാർബണേറ്റ്, സിൻസൈറ്റ്. ഒരു ഓറാണ് സിങ്ക് ഓക്സൈഡ് ആണ്. വേറെ ഒന്നുണ്ട് വില്ലമൈറ്റ് എന്നും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും വില്ലമൈറ്റ്. And then so for proceeding to extraction purpose, ores are crushed and graded to reasonable size. So ഇങ്ങനെ ക്രഷ് ചെയ്ത ഓറിന് അടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഡിഫറെൻറ്റ് വേസിലുണ്ട്. ഹൈഡ്രോളിക്, വാഷിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആൻഡ് ലീച്ചിങ്. സോ റിമൂവൽ ഓഫ് അൺവാണ്ടഡ് മെറ്റീരിയൽസ് ലൈക്ക് സാൻഡ്, ക്ലേ ഫ്രം ദ ഓർ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. It is based on the difference in the physical property between the metal present and gangue particle. It is based on physical property, difference in physical property differences. So hydraulic washing എന്ന് പറയുന്ന സമയത്ത് it is based on the difference in the gravity of ore and gangue particles, also called gravity separation. Powdered ore is washed in an upward stream of running water. Then lighter gangue particles are washed away and heavier ores are left behind. So ഓരോ പോയിന്റ്സും ഓർത്ത് വെക്കുക. Then magnetic separation, it is based on difference in the magnetic property of ores components. Either ore or gangue particle should be magnetic. Example iron ores. Okay. ഇനി അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു പിക്ചറിൽ രണ്ട് റോൾ ഉണ്ട്. ഈ രണ്ട് റോളും മാഗ്നറ്റിക് റോളേഴ്സ് ആണ്. സോ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ഇതിലേക്ക് ഫൈനലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഓഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, അത് ഗാങ്ങോ അല്ലെങ്കിൽ മെറ്റലോ ആവാം, അതെന്ത് ചെയ്യും ഈ സൈഡിലേക്കും, നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള വേറൊരു റീജിയനിലേക്കും പോകും. അടുത്തൊരു മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫോർ റിമൂവ് ഗാങ് ഫ്രം സൾഫൈഡ് ഓർസ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫ്രം
സൾഫൈഡ് ഓർസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നത്. പൗഡേർഡ് ഓർസ് ആർ എ സസ്പെൻഷൻ വിത്ത് വാട്ടർ ആൻഡ് ദെൻ കളക്ടർ ആൻഡ് ഫോർത്ത് സ്റ്റെബിലൈസേഴ്സ് ആർ ആഡഡ്. കളക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പൈൻ ഓയിൽ, ഫാറ്റി ആസിഡ്, സാൻഡേറ്റ്സ് ഒക്കെയാണ് കളക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടു എൻഹാൻസ് നോൺ വെറ്റബിലിറ്റി ഓഫ് ദി മിനറൽ പാർട്ടിക്കിൾസ്. അതിനാണ് കളക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് ഓർ ക്രെസോൾ അനിലീൻസ് ടു സ്റ്റെബിലൈസ് ഫ്രോത്ത്. ഓക്കെ. Mineral particles fed by oils and gang particles fed by oil. That's important. Mineral with oil and gang with water. Froth is formed by agitation of the solution which carries mineral particles. So removal of this froth gives we can differentiate what is ore and mineral. It can also be separated by using depressant or by adding or adjusting the proportion of oil and water. Depressant case lead sulfide, zinc sulfide or depressant sodium cyanide is used, which prevents selectively ZNS coming to the froth and allow lead sulfide to come with the froth. Then next is leaching. This method is used when ore is soluble in some solvent. Leaching of aluminum from bauxite. So contains SiO2, iron oxide, titanium oxide as impurities. ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് നമ്മൾ അതിനെ ലീച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോഡിയം അലുമിനേറ്റ് ഫോം ചെയ്യും. അലുമിനേറ്റിനെ ന്യൂട്രലൈസ് ബൈ പാസിങ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രേറ്റഡ് അലുമിനിയം ഓക്സൈഡിനെ ഫിൽറ്റർ ഓഫ് ചെയ്യുക. സോ ഇമ്പ്യൂരിറ്റീസ് ആ സൊല്യൂഷൻസിൽ റിമെയിൻ ചെയ്യും. ഓക്കെ. സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും മെറ്റലർജിയിലും നമ്മൾ ലീച്ചിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അടുത്ത സ്റ്റെപ്പാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. ആ 2 സ്റ്റെപ്പാണുള്ളത്. കൺവേർഷൻ ടു ഓക്സൈഡ് ആൻഡ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. അതായത് കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആക്കുക, ദെൻ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുക. കൺവേർഷൻ ടു ഓക്സൈഡ് ആക്കി മാറ്റുന്ന 2 പ്രോസസ്സ് ഉണ്ട്. കാൽസിനേഷൻ and roasting. Calcination, heating when the volatile matter escapes, leaving behind the metal oxide. Heating takes place in absence of air, that is calcination. Okay. This method is employed for carbonates and hydroxide ores. അതായത് കാർബണേറ്റോ ഹൈഡ്രോക്സൈഡ് ഓറിനുമാണ് കാൽസിനേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Fe2O3 XH2O, then heating Fe2O3 ഫോം ചെയ്യും. ദെൻ അതിൻ്റെ ഓക്സൈഡാണ്. ദെൻ ZnCO3 ZnO ആയിട്ടും ഫോം ചെയ്യും. ഓക്കെ. ദെൻ അടുത്ത പ്രോസസ്സാണ് റോസ്റ്റിംഗ്. Ore is heated in presence of air and at a temperature below the melting point of metal. Example 2ZnS plus 3O2 gives 2ZnO. Then oxide reduce ചെയ്യുക. Metal oxide on heating in presence of reducing agent. MXOY in presence of Y carbon gives XM, അതായത് മെറ്റൽ കിട്ടും. സോ ആൻഡ് ഇറ്റ്സ് കാർബൺ. ദെൻ അടുത്ത സ്റ്റെപ്പാണ് റിഫൈനിങ് എന്ന് പറയുന്നത്. ഫോർ ഒബ്റ്റെയിനിങ് മെറ്റൽ വിത്ത് ഹൈ പ്യൂരിറ്റിയിൽ മെറ്റൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിഫൈനിങ് എന്നുള്ള പ്രോസസ്സ് ചെയ്യും. അൾട്രാ പ്യുവർ മെറ്റൽ കിട്ടാൻ വേണ്ടി അതിൻ്റെ പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ, ഇലക്ട്രോളിസിസ്, സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ് ആൻഡ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്. ഇനി നമുക്ക് ഓരോ മെത്തേഡ്സും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഡിസ്റ്റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ലോ ബോയിലിംഗ് മെറ്റൽസ് ലൈക്ക് സിങ്ക്, മെർക്കുറിയാണ്. ഇംപ്യൂർ മെറ്റൽ ഈസ് ഇവാപ്പറേറ്റഡ്. നമ്മൾ ഓരോ പ്രോസസ്സിലും ഏതൊക്കെ എലമെൻറ്റിനാണ് സ്യൂട്ടബിൾ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ദെൻ ലിക്വേഷൻ, ലോ മെൽറ്റിംഗ് മെറ്റൽസ് ലൈക്ക് tin can be made to flow on a sloping surface. It is separated from higher melting impurities. Okay. Then electrolytic refining ആണ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ആനോഡും കാഥോഡും ഉണ്ടായിരിക്കും. അതിൽ ആനോഡ് എന്ന് പറയുന്നത് ഇംപ്യൂർ മെറ്റൽസ് വെച്ചിട്ട് ആനോഡ് ക്രിയേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ആൻഡ് അതിൻ്റെ പ്യുവർ സെയിം മെറ്റൽ, ഏത് മെറ്റലിനാണ് നമുക്ക് പ്യൂരിഫൈ ചെയ്യാനുള്ളത് ആ മെറ്റലിൻ്റെ തന്നെ കാഥോഡ് ക്രിയേറ്റ് ചെയ്യുക ഫോർ പ്യുവർ മെറ്റൽ ഉപയോഗിച്ചിട്ട്. അതിൻ്റെ സോലുബിൾ സാൾട്ട് വെച്ചിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് ആനോഡിൽ നിന്ന് M gives Mn plus n electrons. Then cathode Mn plus n electronsമായിട്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന Mn
N ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് M മെറ്റൽ ഉണ്ടാവും. സിങ്കും കോപ്പറും ആണ് മെയിനായിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് റിഫൈൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഈ സോൺ റിഫൈനിങ് ആണ്. ഇമ്പ്യൂരിറ്റീസ് ആർ മോർ, സോൺ റിഫൈനിങ്ങിൻ്റെ കണ്ടീഷനാണ് ഇമ്പ്യൂരിറ്റീസ് ആർ മോർ സോലുബിൾ ഇൻ മെൽസ് ദാൻ ഇൻ സോളിഡ് സ്റ്റേറ്റ് ഓഫ് മെറ്റൽ. ഓക്കെ, this method is very useful for producing semiconductors and other metals of higher purity. This is a very important point. So examples: germanium, silicon, boron, gallium and indium are purified or refined by using the method zone refine. Then vapor phase refining. Vapor metals converted to its volatile compound and collected and it is decomposed to give pure metals. Mons process നിക്കലിനെ റിഫൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. So nickel on treating with the carbonyls forms nickel NiCO4. This carbonyl is subjected to highest temperature, so it decomposes to give pure metal nickel. Then Van Arkel process ആണ്. Van Arkel process for used for zirconium and titanium, useful for remaining oxygen and nitrogen present in the form of impurity. Okay, so ഈ പ്രോസസ്സിൽ the crude metal is heated in an evacuated vessel with iodine. The metal iodine being more covalent and it's volatilized. The metal iodine decomposed to on a tungsten filament of electrically heated up to 1800 Kelvin. The pure metal thus deposited on the filament. Points നോക്കാം. ബ്രാസ് പറയുന്നത് കോപ്പർ 60%, സിങ്ക് 40%. ബ്രോൺസ് എന്ന് പറയുമ്പോൾ കോപ്പർ ടിൻ കോമ്പിനേഷനാണ് ബ്രോൺസ്. കോയിനേജ് അലൈ എന്ന് പറയുന്നത് കോപ്പർ നിക്കലാണ്. ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത് കോപ്പർ 25 to 30%, സിങ്ക് 25 to 30% ആൻഡ് നിക്കൽ 40 to 52%. So zinc is used for galvanization of iron. Cast iron is the most abundant form of iron used for the manufacture of wrought iron and steel. ഇത് കുറച്ച് പോയിൻറ്റ്സ് ആണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമുകൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. സർഫസ് ഓഫ് മെനി മിനറൽ മെറ്റീരിയൽസ് ആർ ഹൈഡ്രോഫോബിക്. Then in zone refining method, the molten zone is correct answer is option A, consists of impurity only. The final step of metallurgical extraction of copper metal from copper pyrite takes place in a Bessemer converter. The reaction takes place is correct answer is option C, 2Cu2O plus Cu2S gives 6 copper plus SO2. Zone refining is not used for the purification of, correct answer is option D, tin. Next question, titanium is not present in option C, monazite. Which of the following or does not contains magnesium? Correct answer is option C, gypsum. Which of the following is an example of zinc ore? Correct answer is option D, willemite. Which of the following is an ore of titanium? Option B, ilmenite. Silicon is used in electronic industry, must be ultra pure. Which among the following method is used for the purification of silicon? Correct answer is option C, zone refining. In aluminothermite process, aluminium acts as option B, reducing agent. Next question, which among the following metals are purified by Van Arkel tetrahedral decomposition method? Titanium, zirconium, manganese, thorium. Correct answer is option D, titanium, zirconium and thorium only. Next question, steel with a very hard surface is prepared by, correct answer is option A, nitriding process. Elemental boron can be purified by, correct answer is option B, Van Arkel method. Then some metals are given in the list 1 and their ores in the list 2. Match them and identify the correct matching from the choice given. Correct answer is option A, manganese, that is pyrolusite, copper, malachite, zinc, calamine and lead, galena. Thanks for watching. Please like, share, comment and subscribe.